ഫിയറ്റ്, നിസാൻ, പ്രീമിയർ പത്മിനി ഈ 3 മാനുഫാക്ചറേഴ്സ് കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരേ ഒരു വാഹനമാണ് NE118. ഇന്ന് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഹായ് ശരത്. ഹായ്. അപ്പം വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരണം. ബേസിക്കലി 1980s നമുക്ക് ആകെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന മോഡൽ നമ്മുടെ പത്മിനി അല്ലെങ്കിൽ പ്രസിഡന്റ് തുടങ്ങിയ മോഡൽസ് ആണ്. അതിനുശേഷം ഫിയറ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രീമിയറിന്റെ ഭാഗത്തുനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിൽ ഒരു മോഡൽ ഇറക്കണം എന്നുള്ള പ്ലാനിലാണ് അവർ ഫിയറ്റിനെ സമീപിച്ച് 124ന്റെ ഡിസൈൻ, അതായത് 124ന്റെ ഷെല്ലും നിസാനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവര് ഫിയറ്റിന്റെ 124 എന്ന് പറഞ്ഞുകൊണ്ട് ഫിയറ്റിന്റെ 124ന്റെ ഡിസൈനും ഇറ്റാലിയൻ മോഡലാണ്. ആ ഡിസൈനും അതേപോലെ തന്നെ നമ്മുടെ നിസാന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്, ഈ 2 ടൈപ്പിൽ പ്രീമിയർ ഇവിടെ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് 118. അറൌണ്ട് ഒരു 1986-1987 കാലഘട്ടത്തിലാണ് ഈ മോഡൽ ലോഞ്ച് ആയത്. ഇത് ശരിക്കും ഇത് ഏത് വണ്ടിയുടെ ഒരു റെപ്ലിക്ക നമുക്ക് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് പല വണ്ടികളുടെ ആയിട്ട് സാദൃശ്യം തോന്നും. അതായത് റഷ്യൻ മോഡൽസ് പറയുകയാണെങ്കിൽ ലാഡയായിട്ട് സാദൃശ്യം ഉണ്ടാവും, ഇറ്റാലിയൻ നോക്കുകയാണെങ്കിൽ 124 ആയിട്ട് സാദൃശ്യം ഉണ്ടാവും, പിന്നെ സീറ്റ് 124 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്. പക്ഷെ സീറ്റിന്റെ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഡിറ്റോ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ ഹെഡ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഡിറ്റോ കോപ്പി തന്നെയാണ്. പക്ഷെ 124 വെച്ച് നോക്കുമ്പോൾ ചെറിയ 124ന് റൗണ്ട് ലൈറ്റ്സ് ആ വന്നിരുന്നത്. ലാഡയ്ക്ക് വന്നിരുന്നത് റൗണ്ട് ലൈറ്റ്സും സ്ക്വയർ ലൈറ്റ്സ് വിത്ത് ഇന്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിൽ രണ്ടും വ്യത്യസ്തമായിട്ട് രണ്ടും വേറിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും ഈ വണ്ടി ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നിങ്ങൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. റീസ്റ്റോറേഷൻ മീൻസ് അറൗണ്ട് ഒരു 90% ഒറിജിനൽ പെയിന്റ് ആണ്. പിന്നെ ഫ്യൂ ടച്ചപ്സ് ഉണ്ട്, കാരണം നമുക്ക് റിന്യൂവലിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അറിയാലോ പഴയ വണ്ടിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ടച്ചപ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒറിജിനാലിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്ക്സും അതേപോലെ റിം സൈസ് ഞാൻ അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ J സൈസ് കൂട്ടി. സ്റ്റോക്ക് വരുന്നത് 4.5J ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ലോങ് റൈഡ്സിനൊക്കെ പോകുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഒന്നും കൂടി വൈഡർ ആയിട്ടുള്ള റിംസ് ആഡ് ചെയ്തു, ട്യൂബ്ലെസ് റിംസ് ആഡ് ചെയ്തു. ഇത് ഡെയിലി യൂസിനാണ് നിങ്ങൾ? ഡെയിലി യൂസ് മോസ്റ്റ് പ്രോബബ്ലി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മുടെ വർക്ക് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ഇല്ല. എന്നാലും നമ്മൾ എന്തായാലും ഒരു 2 to 3 ഡേയ്സിൽ നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 to 3 ഡേയ്സിൽ എന്തായാലും ഒരു കോഫി റൈഡ് എന്തായാലും ഉണ്ടാവും. ഫ്രണ്ട്സ് നമുക്ക് ചെറിയൊരു ഗ്യാങ് ഉണ്ട്, എല്ലാരും കൂടി ഉണ്ടാവും. ഇപ്പൊ ശരിക്കും ഒരു വിന്റേജ് കളക്ടർ എന്ന് പറയാൻ പറ്റുമോ? വിന്റേജ് വണ്ടികളോട് ഒരു പാഷൻ ഉള്ള ആളാണോ? പാഷനായിട്ടാണ്. ലൈക്ക് ഞാൻ ആദ്യമായിട്ട് സഞ്ചരിച്ച വണ്ടി ഫിയറ്റ് ആണ്. അന്ന് തൊട്ടിട്ടുള്ള ഒരു ക്രൈസാണ് ഫിയറ്റിനോട്. ഫാമിലിയിലും അതേപോലെ തന്നെയാണ് ഫിയറ്റിനോട് ഒരു അഡിക്ഷൻ. ഞങ്ങൾക്ക് അന്ന് മിറാഫ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഒരു 1970s ഇറങ്ങിയിരുന്ന മോഡലാണ്. ഫാദറിന് ഖത്തറിലുണ്ടായിരുന്നു. ഏകദേശം സെയിം ഡിസൈൻ ആണ്. നമുക്ക് ആ ഒരു ഡിസൈനിലുള്ള മോഡൽ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തതാണ്. ഡെഫിനറ്റ്ലി. അതെ. എത്ര നാളായി വണ്ടി നിങ്ങളുടെ അടുത്ത്? ഞാനിപ്പോ എടുത്തിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി. 6 വർഷം. അതെ. അപ്പം കിട്ടുമ്പോഴേ ഈ ഒരു കണ്ടീഷനിലായിരുന്നോ വണ്ടി? സ്റ്റോക്ക് വിയർ ഷോറൂമിൽ നിന്ന് ഇറക്കിയ കണ്ടീഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ വണ്ടിയുടെ വാങ്ങുമ്പോഴുള്ള ഒറിജിനൽ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വീൽ കപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ക്രാക്ക് ആയിരുന്നു, ബാക്കിയുള്ള വീൽ കപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈബർ വീൽ കപ്സ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഞാൻ അതിൽ നിന്ന് നോർമൽ ക്രോം വീൽ കപ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ സ്റ്റീൽ റിംസ് ആഡ് ചെയ്തപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇത് ശരിക്കും നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്തത്? ഈ കളറൊക്കെ സെയിം ആയിരുന്നു? കളർ സെയിം തന്നെയാണ്. ടീ ലീഫ് എന്നാണ് ഈ ഒരു പെയിന്റിന് പറയുന്നത്. ടീ ലീഫ്. അതെ. ഈ ഒരു പെയിന്റ് ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്ത ഇതിന്റെ കളർ കോഡൊന്നും കിട്ടില്ല. ഇപ്പൊ ഈ കളർ ഇല്ല. അതെ. ഒരു വണ്ടിക്കും കണ്ടിട്ടില്ല ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കളർ. ഒറിജിനൽ കളേഴ്സ് കുറവാണ്. ബാക്കി എല്ലാം റീപെയിന്റ് ചെയ്തിട്ട് പുതിയ കളേഴ്സിലൊക്കെ പിള്ളേര് കൊണ്ടു കിടക്കുന്നുണ്ട്. ഒറിജിനൽ പെയിന്റിൽ വളരെ ചുരുക്കം വണ്ടികളേ ഉള്ളൂ. അതെ. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ പവറും എഞ്ചിൻ ടോർക്ക് കാര്യങ്ങൾ? ബേസിക്കലി നമുക്ക് വരുന്നത് 1200cc ഇൻലൈൻ 4 സിലിണ്ടർ ആണ് വരുന്നത്. റിയർ വീൽ ഡ്രൈവ് ആണ്. അറൗണ്ട് ഒരു 52 bhp പവർ ഔട്ട്പുട്ട് ഉണ്ട്. അത്യാവശ്യം ടോർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഗിയർ ബോക്സ് ആണ്. ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് 118Nന്റെ ഗിയർ ബോക്സിനെ കോമ്പറ്റ് ചെയ്യാൻ വേറൊരു വണ്ടികൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഗിയർ ശരിക്കും ആ ഒരു ഫസ്റ്റ് ഗിയറിലൊക്കെ ഇടുമ്പോ ബാക്കി തന്നെ ട്രാവൽ ചെയ്ത് പോകും അല്ലെ? ഭയങ്കര സ്മൂത്ത് ആണ്. ജസ്റ്റ് ഒരു 2 ഫിംഗേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. പിന്നെ പണ്ടത്തെ കാലത്ത് അതായത് 80s 90s
റാലിക്ക് കൂടുതൽ ഉണ്ട്. റാലിക്ക് പദ്മിനി യൂസ് ചെയ്തായിരുന്നു, ഇത് യൂസ് ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് ഒരു 99 ഒക്കെ ആയപ്പോഴേക്കും പ്രൊഡക്ഷൻ നിർത്തി. അതെ, വേറെ എസ്റ്റീം പോലെയുള്ള വണ്ടികൾ. അതെ. അന്ന് കേട്ടിട്ടുള്ളത് ഇത് എന്ത് ചെയ്താലും മറിയില്ല, അത്രയ്ക്ക് റോഡ് ഗ്രിപ്പാണ്. റോഡ് ഗ്രിപ്പ് മാത്രമല്ല, ഇതിന്റെ സസ്പെൻഷൻ അത്രയും കംഫർട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബോഡി വെയിറ്റ് ഉള്ള വണ്ടികളിൽ ഒരെണ്ണമാണ്. കാരണം കോണ്ടസ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സെഗ്മെന്റിൽ ബോഡി വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഇതാണ്. പിന്നെ 1 to 4 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോർമൽ മാർക്കറ്റിലുള്ള വെഹിക്കിൾസിൽ ഇന്ത്യൻ മാർക്കറ്റിലെ അതെ, കാരണം തന്നെയല്ല ബോഡി വെയിറ്റ് കൊണ്ട് പിന്നെ ഇത്തിരി കോമ്പാക്ട് വരും. കോമ്പാക്ട് ആണ്. കോണ്ടസ ഇത് കോണ്ടസ ഭയങ്കര ബൾക്കിയാണ്. ഇത് ഭയങ്കര ഒരു കോമ്പാക്ട്, ഒരു ക്യൂട്ട് ഒരു. അതെ. അന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇവോൾവ് ആയി വരുന്ന ഒരു കോമ്പാക്ട് വണ്ടികളിലേക്ക്. അതെ, ഇതിന്റെ ആഡ് തന്നെ അങ്ങനെയായിരുന്നു. ഇതിന്റെ ആഡ് പഴയത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു ഫാമിലി കാർ ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ലൈക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നു, വേണ്ട ലഗേജസ് ഒക്കെ ബാക്കിൽ വെക്കുന്നു, ഒരു കംപ്ലീറ്റ് ഫാമിലി കാറിൽ ട്രിപ്പ് പോകുന്നു. അതാണ് ഇതിന്റെ ആഡ്. പഴയ ആഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഫാമിലി കാറാണെന്ന്. കാരണം ലെഗ് റൂം ഈ സെഗ്മെന്റിൽ അത്യാവശ്യം ലെഗ് റൂം ഉണ്ടായിരുന്നു ഈ ഒരു മോഡലില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് 800 ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ലെഗ് റൂം, അതെ, ഇതിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ടായിരുന്നു. പവർ സ്റ്റിയറിംഗ് അല്ല അല്ലെ? പവർ സ്റ്റിയറിംഗ് അല്ല. നമ്മൾ നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഒരു 1500 to 2000 കിലോമീറ്റേഴ്സിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ജോയിന്റ്സ് ഉണ്ട്. നമുക്ക് നോർമൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഗ്രീസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. ജസ്റ്റ് ഒരു 100 or 150 rupees കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രീസ് ചെയ്ത് തരും. സ്റ്റാറിലും അതേപോലെ സ്റ്റിയറിംഗിന്റെ ജോയിന്റ്സിലും ഗ്രീസ് അടിക്കണം. അത് ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാരും കൊണ്ടുപോയിട്ട് ഇപ്പൊ അൾട്ടർ ചെയ്തിട്ട് പവർ സ്റ്റിയറിംഗ് ഒക്കെ കയറ്റുന്നുണ്ട്. ഗ്രീസ് ചെയ്താൽ മതി, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരിക്കലും നിർത്തി തിരിക്കരുത്. നിങ്ങൾ റൺ ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് നിങ്ങൾ ടേൺ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. നിർത്തി തിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടൈറ്റ് സ്റ്റിയറിംഗ് തന്നെ വരുള്ളൂ പഴയ വണ്ടികളിൽ. എയർ കണ്ടീഷൻ ഉള്ള സ്റ്റോക്ക് ആണ്. ഉള്ള മോഡൽസ് ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടില്ല ഇതുവരെയായിട്ട്. ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ റോ പവർ പോവും. അതെ, ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 2 to 3 കിലോമീറ്റേഴ്സിന്റെ മൈലേജ് ഡ്രോപ്പ് ഉണ്ട്. പിന്നെ ഒരു ഇത്രയും പഴക്കമുള്ള എഞ്ചിനാണ്. അറൗണ്ട് ഒരു 27 ഇയേഴ്സോളം ആയി. അപ്പൊ നമ്മൾ ഇനി ആ എഞ്ചിനെ കില്ല് ചെയ്യണത് ശരിയല്ല. പിന്നെ ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? എനിക്ക് ഹൈവേസ് ആണെങ്കിൽ 15 to 16 കിട്ടുന്നുണ്ട്. പെട്രോൾ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പോലും അതെ, 15 to 16. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഹിറ്റാച്ചിയുടെ കാർബാണ്. നല്ലൊരു ടെക്നീഷ്യൻ അല്ല നിങ്ങളുടെ കാർബ് ട്യൂൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മൈലേജ് ഡ്രോപ്പ് ചെയ്ത് 8 to 10 എത്തും. നല്ലൊരു ടെക്നീഷ്യൻ ആണ് നിങ്ങളുടെ കാർബറേറ്റർ ട്യൂൺ ചെയ്തെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മൈലേജ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ സ്പീഡ് എഞ്ചിൻ അല്ല, സ്ലോ സ്പീഡ് എഞ്ചിനാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു മാന്യതയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് മൈലേജ്. കിട്ടുന്ന ആൾക്കാരുണ്ട്, 14-15 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഗ്രൂപ്പിലുള്ളവർ കിട്ടുന്നവരുണ്ട്, അതിന്റെ താഴെ കിട്ടുന്നവരും ഉണ്ട്. ഈ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മെയിനായിട്ട് ഇതിന്റെ ബോണറ്റ് ഡിസൈൻ തന്നെയാണ്. ബോണറ്റ് ഡിസൈൻ യൂണീക്ക് ആണ് അല്ലേ? അതെ, കാരണം അന്നത്തെ കാലത്ത് E30 ഫ്രണ്ടിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു മോഡൽ ഒന്നായിരുന്നു ഈ സീരീസിലെ BMW-ന്റെ. പിന്നെ ഒന്ന് ഇതിലാണ് അക്കോഡ്, ഫസ്റ്റ് മോഡൽ. അതിന് ശേഷം വന്നതൊക്കെ പിന്നെ 99 ശേഷം വന്നതൊക്കെ നോർമലായി. അതെ, പക്ഷെ അതൊന്നും ഇന്ത്യയിൽ വളരെ ലിമിറ്റഡേ ഉള്ളൂ. ഇമ്പോർട്ടഡ് ആയി വന്ന, ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു വണ്ടി കണ്ടിരുന്നു. അതെ അതെ, അതിനുശേഷം വന്നതൊക്കെ പിന്നെ ഒക്കെ, പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നോർമൽ ഒരു വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഇതിൽ സൈഡിൽ നിന്ന് പണിയെടുക്കണം. മറ്റേതാണെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഞ്ചിൻ ബേ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻസ് നിന്ന് പണിയെടുക്കണം. പക്ഷെ എന്നാലും അതൊരു യൂണീക്ക് ഒരു ഡിസൈൻ തന്നെയാണ്. ഡെഫിനറ്റ്ലി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ഇത്. കണ്ടോ, വെർട്ടിക്കലായിട്ടാണ് ഇതിന്റെ ടാങ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഫ്യൂൽ ടാങ്ക്. മറ്റേ സൈഡിൽ വെർട്ടിക്കലായിട്ട് തന്നെ സ്പെയർ വീലും കൊടുത്തിരിക്കുന്നു. വളരെ ആംപിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. 118 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 1180. ശരിക്കും പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 1176 cc എഞ്ചിനാണ്. NE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാൻ സോഴ്സ്ഡ് എഞ്ചിനാണ്. എഞ്ചിനും ഗിയർ ബോക്സും നിസാൻ്റെയാണ്. NE എന്ന് പറഞ്ഞാൽ നിസാൻ എഞ്ചിൻ എന്നുള്ളതാണ്. ഈ സീറ്റ് ബെൽറ്റ് കണ്ടിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇത് OE ആയിട്ട് വരുന്നതല്ല,
എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഫ്ലൈറ്റിൻ്റെ പോലത്തെ ഒരു ക്ലിപ്പും ലാച്ചുമാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അത് നല്ല കംഫർട്ടബിളുമാണ്, ഒരു യുണീക്കാണ്. ഇതെങ്ങും കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു സീറ്റ് ബെൽറ്റ്. ഒരു 90s അല്ലെങ്കിൽ 2000-ൻ്റെ ബിഗിനിങ് വരെയുള്ള വെഹിക്കിൾസിനെല്ലാം ആഷ്ട്രേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ ആഷ്ട്രേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡോ പാഡില്ല. ഫ്രണ്ടിൽ 2 ഡോ പാഡ്സിലും ആഷ്ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക് ഇതിങ്ങനെ പുള്ളി ചെയ്യുക. ഡോ പാഡിൽ തന്നെയാണ് പിന്നെ സ്പീക്കറും കൊടുത്തിട്ടുള്ളത്. ആമ്പിൾ സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കീ മിസ്സിംഗ് ആണ്. പിന്നെ എ സിക്കുള്ള പ്രൊവിഷൻ ഉണ്ട്. ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ എൻജിനിൽ ലോഡ് കൊടുക്കാതിരിക്കാനായിട്ടാണ് കംപ്രസർ ഫിക്സ് ചെയ്യാതിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ സിമ്പിൾ ഡിസൈനാണ്. സ്പീഡോമീറ്റർ, പിന്നെ ഈ സൈഡിൽ ക്ലോക്ക് ഉണ്ട്, പിന്നെ ഫ്യൂൽ ഗേജ്, ഇത് ടെമ്പറേച്ചർ ഗേജാണ്. പിന്നെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ, പാർക്കിംഗ് ബ്രേക്കിൻ്റെ ലൈറ്റ്, പിന്നെ ഹൈ ബീം, ആംപിയർ ആൻഡ് ഓയിൽ ഇൻഡിക്കേറ്റർ. ഇതൊരു 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ്. ശരത്ത് പറഞ്ഞ പോലെ എന്ത് സ്മൂത്ത് ആണെന്ന് നോക്കൂ. സിംഗിൾ ഒരു ഫിംഗർ മതി ശരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് ആണ് ഇതിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്ലച്ചും വളരെ സ്മൂത്ത് ആണ്. ഇത് ആക്ച്വലി സ്പീക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഫിംഗർ വെച്ച് കാണിച്ചു തരാം. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു സിംഗിൾ ടച്ച് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കറിയാം പഴയ വാഹനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ പമ്പ് ചെയ്യേണ്ടി വരും. ഇത് ഐഡിലിങ്ങിൽ പോലും ഒരു പ്രശ്നമില്ല. ഇത് മെക്കാനിക്കൽ പമ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പം കോൾഡ് സ്റ്റാർട്ട് നമ്മളൊരു 2 വീക്സ് നമ്മൾ വണ്ടി എടുക്കാതിരിക്കുമ്പോൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആക്സിലറേറ്റർ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒറ്റ സിംഗിൾ ക്ലിക്കിൽ വണ്ടി സ്റ്റാർട്ടാവും. നമുക്കിതിൻ്റെ റൈഡ് ഒന്ന് നോക്കാം എത്ര കംഫർട്ടബിൾ ആണെന്നുള്ളത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. പവർ സ്റ്റിയറിംഗ് അല്ലാഞ്ഞിട്ട് പോലും വളരെ സ്മൂത്താണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്. ഒരു പവർ സ്റ്റിയറിംഗിന് അറ്റ് പാർന്ന് തന്നെ പറയാം ഇതിൻ്റെ ആ സ്മൂത്ത്നെസ്. ഗിയർ ഷിഫ്റ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ്, വളരെ സ്മൂത്താണ്. ഓവറോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ വണ്ടി. കാര്യം നല്ല ലെങ്തി ഹുഡാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. പിന്നെ കോർണർ ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ്, നല്ല എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ആണ്. ABS അല്ലെങ്കിൽ പോലും എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ആണ് ഈ വാഹനത്തിന്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഡ്രൈവറിനും പാസഞ്ചേഴ്സിനും ഒക്കെ നല്ല വിസിബിലിറ്റിയാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ സീറ്റ് അത്യാവശ്യം പുറയിലേക്ക് തള്ളിയത് മാക്സിമം ടിൽറ്റ് ചെയ്തുമാണ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ്. എന്നാൽ പോലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ലോങ് ഡിസ്റ്റൻസിനൊക്കെ കംഫർട്ടബിൾ ആണ്. അതേപോലെ പാസഞ്ചേഴ്സിന് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ യാത്ര ചെയ്യുമ്പോഴും കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ പോലും ഈ വണ്ടി ലോങ് ഡിസ്റ്റൻസ് പോകുന്നതാണ്. വീക്കിലി ഒരു 150 അല്ല, ക്ലോസ് ടു 200 കിലോമീറ്റേഴ്സ് ആണ് ആളുടെ വീട്. അപ്പം എറണാകുളം ടു പാലക്കാട് ഇപ്പോഴും സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അത്രയും കംഫർട്ട് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. വളരെ യുണീക്കായിട്ട് വേറൊരു കാര്യം തോന്നിയത് ഇതിൻ്റെ ഹാൻഡിൽ തന്നെയാണ്, ഡോ ഹാൻഡിൽ. കാര്യം നമ്മൾ ലിഫ്റ്റ് അപ്പ് ഹാൻഡിൽസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡിസൈൻ ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരത്, താങ്ക് യു കാർ റിവ്യൂ ചെയ്യാൻ തന്നതിന്. അപ്പോൾ ശരത്തിനെ കോൺടാക്ട് ചെയ്യുന്നതിൽ വിരോധമില്ലല്ലോ? ശരത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ശരത്തുമായിട്ട് ബന്ധപ്പെടുക. മെയിൻ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഇഷ്യൂ സ്പെയറിന്റെ ആണ്.
സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിന്റെ കോൺടാക്ട്സ് കുറച്ചുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് തരാം ആരെങ്കിലും താല്പര്യപ്പെടുന്നു. ഓക്കെ ഓക്കെ. ശരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും ഓൾറെഡി വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി മോട്ടറിംഗ്.